നമസ്കാരം. ഉരുക്കുപോലൊരു മനുഷ്യന്റെ ഉറപ്പിന്മേൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു ചേർന്നപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭയക്കുന്ന സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും തൊടാൻ കഴിയാതെ പോയ ഇന്ത്യ വളർന്നു. ഇന്ത്യ വികസിക്കുന്നില്ല എന്നും കടുത്ത കടക്കെണിയിലാണെന്നും ദാരിദ്ര്യത്തിലാണെന്നും പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഇന്ത്യ അമേരിക്കയെ പോലും അസൂയപ്പെടുത്തുന്ന വിധം വളർച്ചയിൽ കുതിക്കുകയാണ്. വെറുതെ ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി വളരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ ശരിയായ ഗുണം എന്താണ് എന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ മനസ്സിലാകുന്ന പോലെ പറയാം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ കടുത്ത താരിഫ് നിലനിൽക്കുമ്പോഴും കരാറിന്റെ പേരിൽ അതിഭീകര സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴും വികസിത രാജ്യമല്ലായിരുന്നിട്ട് പോലും ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൾപ്പെടെ വൻകിട രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു ധാതുക്കളും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്നിട്ട് പോലും അതിനിടയിൽ പാകിസ്ഥാനുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തേണ്ടി വരികയും അതിന്റെ സാമ്പത്തികവും അല്ലാതെയുമുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടും മോദി എന്ന ഒരൊറ്റ ഭരണാധികാരിയുടെ കരളുറപ്പിൽ ദീർഘവീക്ഷണത്തിൽ ഒരു രാജ്യം കൈവരിച്ച നേട്ടമെന്ന് ഊന്നി പറയുമ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ വളർച്ച എന്ന വാക്ക് പൂർണ്ണമാകുന്നത്. ഇത് തന്നെയാണ് ട്രംപിനെ പോലും ഭയപ്പെടുത്തുന്നത്. കുരുക്കിട്ട് കെട്ടി പൂട്ടി നിർത്തിയില്ല എങ്കിൽ അമേരിക്കയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത നേട്ടത്തിലേക്ക് മിസൈൽ പോലെ ഇന്ത്യ കുതിക്കുമെന്ന് ട്രംപിന് നല്ല ബോധ്യമുണ്ട്. അതിനുള്ള കടിഞ്ഞാൺ കൂടിയാണ് ട്രംപിന്റെ താരിഫിന് പിന്നിലെ തന്ത്രം. 2025-2026 വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ അനുപാതം 6.5% ഉയർത്തിയിരിക്കുകയാണ് ലോകബാങ്ക്. മുൻപുണ്ടായിരുന്ന 6.3 നിന്ന് 6.5 ഉയർത്തിയിരിക്കുന്നത്. മെച്ചപ്പെട്ട ആഭ്യന്തര സാഹചര്യങ്ങളും GST നിരക്കിലെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് ലോകബാങ്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ US താരിഫുകൾ വളർച്ചയെ ബാധിക്കുമെന്നതിനാൽ 2026-27 വർഷത്തിൽ വളർച്ച 6.3% കുറയുമെന്നും ലോകബാങ്ക് പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യയുടെ GDP വളർച്ച 7.8% ഉയർന്ന് പ്രതീക്ഷകളെ മറികടന്നതായും ലോകബാങ്ക് തന്നെ വ്യക്തമാക്കി. ചൊവ്വാഴ്ച പുറത്തിറക്കിയ സൗത്ത് ഏഷ്യ ഡെവലപ്മെന്റ് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ശക്തമായ സ്വകാര്യ ഉപഭോഗവും നിക്ഷേപവും വളർച്ചയ്ക്ക് കരുത്തേകിയെന്നും പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വിലകൾ ഇതിന് ഉത്തേജനം നൽകിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നു എന്നതാണ് ഇതിന്റെ സാരം. കാർഷിക ഉൽപാദനവും ഗ്രാമീണ വേതന വളർച്ചയും പ്രതീക്ഷിച്ചതിലും കൂടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നേട്ടങ്ങൾക്ക് പിന്നിൽ GSTയിൽ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, നടപടിക്രമങ്ങളുടെ ലഘൂകരണം എന്നിവയ്ക്കുള്ള പങ്കും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ US-ലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം 3/4 പങ്കിനും 50% താരിഫ് ചുമത്തിയത് 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ മോദി ഇതിന് ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന ഉറപ്പ് മുഴുവൻ ഇന്ത്യക്കാർക്കും ഉള്ളപ്പോൾ ഇന്ത്യയുടെ വളർച്ച മുന്നോട്ട് തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 6.5 എന്നത് 6.3 വീണ്ടും കുറയുമെന്നാണ് പ്രവചനം. കരുത്തനായ, കാര്യപ്രാപ്തിയുള്ള, ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ഇല്ലാതെ പോയതാണ് ഇതുവരെയുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ദാരിദ്ര്യമെന്നും അതായിരുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ഗതികേടെന്നും കോൺഗ്രസിനെ അടിച്ചു പുറത്താക്കി ശുദ്ധികലശം നടത്തി മോദിയെ അധികാരത്തിൽ കൊണ്ടുവരേണ്ടി വന്നു ഇന്ത്യൻ ജനതയ്ക്ക് തിരിച്ചറിയാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച